ഹായ് ഹലോ എല്ലാവർക്കും ട്രസ്റ്റ് ആൻഡ് റൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് കൃത്യമായ സ്വാഗതം. ഒരുപാട് നാളെ നമ്മൾ കണ്ടിട്ട് ഞാനും ജസ്റ്റ് എൻ്റെ ഒരു പാഷനായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുറച്ച് സ്റ്റഡീസിനായിട്ട് കുറച്ച് തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആഫ്റ്റർ ഒരു 1 ഇയർ, ഇപ്പൊ ഞാനൊരു ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഞാനത് ജസ്റ്റ് ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു രീതിയിലും മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മറ്റു പല കാര്യങ്ങളായിട്ട് തിരക്കായി, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതായി. സോ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമല്ല, നമ്മുടെ ഒരു പുതിയൊരു വണ്ടിയുടെ ഒരു പരിചയപ്പെടുത്തൽ വീഡിയോയും കൂടിയാണ്. ഓക്കെ, അപ്പം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി ഓരോരോ വിശേഷങ്ങൾ ഓരോരോ വീഡിയോയിലൂടെ നമുക്ക് മുമ്പോട്ട് പോവാം. സോ ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളെ യൂസർ റിവ്യൂസ്, അതുപോലെ ഷോറൂം റിവ്യൂസ്, അതുപോലെ പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുമ്പം അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിന്റെ കമ്മിങ് വീഡിയോസ് കമ്മിങ് ഡേയ്സിൽ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ജസ്റ്റ് ഇതൊരു നമുക്കൊരു പുതിയ റീസ്റ്റാർട്ട് എന്ന രീതിയിൽ എടുക്കാം, ജസ്റ്റ് സ്റ്റാർട്ടിങ്. സോ നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പൊ നമുക്ക് കൂടുതൽ പറയുന്നില്ല, നേരെ കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ മാരുതിയുടെ പുതിയ ഡിസയർ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോ ഡിസയർ ഇനി തൊട്ട് ഷിഫ്റ്റ് ഫാമിലിയിൽ ഇല്ല എന്നും കൂടെ ഉണ്ടല്ലേ. ഇനി തൊട്ട് ഡിസയർ ഷിഫ്റ്റ് ഫാമിലിയിൽ ഇല്ല. ഡിസയറിൻ്റെതായ ഒരു ഐഡന്റിറ്റി വന്നിട്ടുണ്ട് എന്നാണ് മാരുതി അവകാശപ്പെടുന്നത്. ഡിസയർ ഇനി തൊട്ട് ഒരു ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഡിസയർ ഈ ഒരു സമയം കൊണ്ട് ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ബുക്ക് ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കും, ബുക്ക് ചെയ്തിട്ട് അതിന് ഡെലിവറിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. സോ അവരൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്, ഇനി ഡിസയർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. സോ എന്തിന് ഡിസയർ വാങ്ങണം, അല്ലെങ്കിൽ ഡിസയർ വാങ്ങിയുള്ള ഗുണം, ഏത് വേരിയന്റ് എടുക്കണം, ഈ കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഡിസയറിന്റെ നമുക്കറിയാം, ഡിസയറിന് ഏകദേശം 9 വേരിയൻസ് ഉണ്ട്. 9 വേരിയൻസ്. ഈ 9 വേരിയൻസിന്റെ എക്സ്ഷോറൂം പ്രൈസ്, അതുപോലെ ഓരോ വേരിയൻസിലും ഉള്ള ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സിലായിട്ടാണ് വണ്ടി വരുന്നത് എന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളെ സ്റ്റാർട്ട് ടു എൻഡ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാക്കൂ. എടുക്കാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. നമ്മൾ ചിലപ്പോൾ മേ ബി ഷോറൂമിൽ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമെന്നില്ല. നമുക്ക് എല്ലാം അറിയാം, അല്ല നമുക്ക് എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഫിക്സ് ആക്കിയിട്ട് തന്നെ വണ്ടി പോയി എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാ വേരിയൻസിന്റെയും പ്രൈസ് ആൻഡ് സ്പെക്സ് ഞാൻ കറക്റ്റ് ആയിട്ട് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡിസയർ 9 വേരിയൻസിലാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാരുതിയുടെ വേരിയൻസ് എല്ലാം LXi, VXi, ZXi എന്ന രീതിയിലായിരിക്കും വരുന്നത്. 9 വേരിയൻസിൽ ഏതൊക്കെയാന്ന് പറയാം. LXi, VXi ഓട്ടോമാറ്റിക്, VXi CNG, ZXi ഓട്ടോമാറ്റിക്, ZXi പ്ലസ്, ZXi ഓട്ടോമാറ്റിക്, ZXi പ്ലസ് ഓട്ടോമാറ്റിക്, അതുപോലെ ZXi പ്ലസ് CNG. ഇങ്ങനെ 9 വേരിയൻസിലാണ് നമുക്ക് വരുന്നത്. സോ ഫസ്റ്റ് വൺ LXi ആണ്. LXiയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന എല്ലാം എക്സ്ഷോറൂം പ്രൈസ് ആണ്, എല്ലാ എക്സ്ഷോറൂം പ്രൈസ് ആണ്. സോ LXiയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 6.79 lakhsലാണ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6.79 lakhsലാണ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ VXiയിലേക്ക് വരുമ്പോൾ VXi മാനുവലിന് പ്രൈസ് വരുന്നത് 7.79 lakhs. 7.79 lakhs. VXiയിൽ ഓട്ടോമാറ്റിക്കിലോട്ട് വരുന്ന സമയത്ത് 8.24 lakhs. 8.24 lakhs ആണ് വരുന്നത്. ഇനി VXi CNGയിലേക്കാണ് പോകുന്നതെങ്കിൽ 8.74 lakhs. അതായത് VXi ഓട്ടോമാറ്റിക്കിനേക്കാൾ പ്രൈസ് ആണ് VXi CNGക്ക്. 8.74 lakhs ആണ് VXiയുടെ CNGയുടെ പ്രൈസ്.
അതുപോലെ ZXA മാനുവൽ ആണെങ്കിൽ 8.89 ലാക്സ് ആണ് ZXA മാനുവലിന്റെ പ്രൈസ് വരുന്നത്. 8.89 ലാക്സ്. ZXA ഓട്ടോമാറ്റിക്കിലോട്ട് വരുന്ന സമയത്ത് 9.34 ലാക്സ് ആണ് ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ്. 9.34 ലാക്സ്. അതുപോലെ ZXA പ്ലസ്, അതായത് ഏറ്റവും ടോപ്പ് മാനുവലിന്റെ ഏറ്റവും ടോപ്പ് ആണ് ZXA പ്ലസ് മാനുവൽ. ZXA പ്ലസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ടോപ്പ് എൻഡിന് വരുമ്പോൾ ഏറ്റവും ടോപ്പ് ആണ് 9.69 ലാക്സ് ആണ് എക്സ് ഷോറൂം പ്രൈസ്. 9.69 ലാക്സ്. അതുപോലെ തന്നെ ZXA പ്ലസ് ഓട്ടോമാറ്റിക്കിലോട്ട് വരുന്ന സമയത്ത് 10.40 ലാക്സ്. 10.40 ലാക്സ് ആണ് ZXA പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡിന്റെ ഓട്ടോമാറ്റിക്കിന് വേണ്ടി. അതുപോലെ ZXA CNG-യിലേക്കാണെങ്കിൽ 9.84 ലാക്സ് ആണ് ZXA CNG-യുടെ വരുന്നത്. അപ്പം ഈ 9 വേരിയൻസിലാണ് ഇപ്പൊ ഡിസയർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 9 വേരിയൻസിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഓരോന്നിന്റെ സ്പെക്സ്, അതായത് ഓരോ മോഡലിന്റെയും അല്ലെങ്കിൽ ഓരോ വേരിയന്റിന്റെയും സ്പെക്സ്. LXA-യിൽ എന്തൊക്കെ വരുന്നു, EXA-യിൽ എന്തൊക്കെ വരുന്നു, ആൻഡ് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി, ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വർക്കുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്പെക്സിലോട്ട് പോകാം. സ്പെക്സിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഡിസയറിന്റെ പവർ ഫിഗർ അറിഞ്ഞിരിക്കണം. ഡിസയർ ഒരു 1.2 ലിറ്റർ സെഡ് സീരീസിൽ വരുന്ന ഒരു വണ്ടിയാണ്. 1200 cc മാരുതിയുടെ പുതിയ സെഡ് സീരീസ് 3 സിലിണ്ടർ ആണ്. എന്നാൽ 3 സിലിണ്ടർ നിങ്ങൾക്കറിയാം, അത്യാവശ്യം 4 സിലിണ്ടർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മാക്സിമം അതിന്റെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചിടാൻ ഡിസയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു, വലിയ കുഴപ്പമില്ല. അപ്പം അതിന്റെ പവർ വരുന്നത് മാക്സിമം 80 bhp പവറും 111 ന്യൂട്ടൺ മീറ്ററുമാണ് ഡിസയറിന്റെ ടോർക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ ഏകദേശം 24.79 ആണ് ഡിസയറിന്റെ മൈലേജ്. ഓക്കെ, സർട്ടിഫൈ ചെയ്തേക്കുന്ന മൈലേജ്. അത് ഡിപ്പെൻസ് ആണ്, നമ്മുടെ ഡിപ്പെൻസ് അപ്പോൺ അവർ ഡ്രൈവിംഗ്. അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അതുപോലെ ഇനി വൈ നമ്മളത് മെയിൻ കാരണം, ഇപ്പൊ ഡിസയർ എടുക്കാനുള്ള മെയിൻ കാരണം ബിക്കോസ് ഇറ്റ്സ് ഗോട്ട് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. 5 സ്റ്റാർ ആണ് ഡിസയറിന് കിട്ടിയിരിക്കുന്ന സേഫ്റ്റി റേറ്റിംഗ് നാഷണൽ എൻക്യാപ്പിൽ. വലിയ കാര്യമാണ്. ഓക്കെ, അതുപോലെ ബൂട്ട് സ്പേസ് 382 ലിറ്റർ ആണ്. ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്, ലിറ്റിൽ ബിറ്റ് വെൻ വി കമ്പയർ ടു അമേസിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണ്. എന്നാലും തരക്കേടില്ല, നല്ലതാണ്. നമുക്ക് നേരത്തെ ഡിസൈർ ചെയ്യാം, വെച്ച് കിട്ടിയ പോലത്തെ ഒരു ഷേപ്പ് ആയിരുന്നു ബാക്കിൽ തന്നെ. പിന്നെ അത് മാറി ഇപ്പം കംപ്ലീറ്റ് ഒരു പക്ക സെഡാനിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റർ ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഓവറോൾ ഒരു സ്പെക്സ് വരുന്നത്. ഇനി നമുക്ക് നേരെ അതിന്റെ ഒരു ഫീച്ചേഴ്സിലോട്ട് പോകാം. സോ നമ്മൾ ആദ്യം പറഞ്ഞു LXA അല്ലെ. അപ്പം LXA-യിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കമ്പനി കൊടുക്കുന്നത്? ഞാൻ എന്റെ എക്സ്ഷോറൂം പ്രൈസ് 6.79 ലാക്സ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലോട്ട് വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, എന്നാലും എക്സ്ഷോറൂം പ്രൈസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യും. 6.79 ലാക്സിൽ കമ്പനി എന്തൊക്കെയാണ് LXA-യിൽ ഓഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയേണ്ടത്, നമുക്ക് ബേസ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ബേസ് ഉൾപ്പെടെ 6 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 ഡോർ പവർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഓക്കെ, പണ്ടൊക്കെ VXA-യിൽ പോലും ബാക്ക് സൈഡ് റോളിംഗ് വിൻഡോസ് ആയിരുന്നു. ഇപ്പോൾ അത് ബേസ് തൊട്ട് 4 ഡോർ പവർ വിൻഡോ, അതുപോലെ 6 എയർ ബാഗ്സ് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ LXA-യിൽ വരുന്ന പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് LXA-യിലോട്ട് വരുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഐ തിങ്ക് നോർമൽ ആണെന്ന് തോന്നുന്നു. എന്തായാലും AC വരുന്നുണ്ട്, ഹീറ്റർ വരുന്നുണ്ട്. അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട്. കീലെസ് എൻട്രി ആണ്, അത് വളരെ നല്ലൊരു കാര്യമാണ്. LXA-യിൽ തന്നെ കീലെസ് എൻട്രി കൊടുത്തു, വളരെ നല്ല കാര്യം. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, അത് LXA-യിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം, അതും LXA-യിലുണ്ട്, നല്ലൊരു കാര്യം. അതുപോലെ ടാക്കോമീറ്റർ ഉണ്ട്. റിയർ വിൻഡോ ഡിഫോഗർ, റിയർ വൈപ്പർ ഇല്ല, റിയർ വിൻഡോ ഡിഫോഗർ, നല്ല കാര്യം. LXA-യിൽ റിയർ വിൻഡോയ്ക്ക് ഡിഫോഗർ കൊടുക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ഐ തിങ്ക് മാരുതി പല കാര്യങ്ങൾക്കും മികച്ചിട്ടുണ്ട്. കാരണം LXA-യിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, അത്യാവശ്യം സാധാരണക്കാരന് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ ലോഡറാണ്. അപ്പൊ റിയർ വിൻഡോ ഡിഫോഗർ, അതുപോലെ
ആഞ്ചിന ഉണ്ട്. ആഞ്ചിന ഐ തിങ്ക് ഷാർപ്പിൻ ആന്റിനയാണ്, ഇന്റഗ്രേറ്റഡ് ആന്റിന ആണെന്ന് തോന്നുന്നു. അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് അല്ല, ഹാലജൻ പ്രൊജക്റ്റഡ് ആണ്. എനിവേ പ്രൊജക്റ്റഡ് കൊടുത്തല്ലോ, നല്ല കാര്യം. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ഉണ്ട്. അതുപോലെ ABS EBD എല്ലാ സിസ്റ്റങ്ങളും LXയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്, നല്ല കാര്യം. 6 എയർ ബാഗ്സ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് വാണിംഗ് അതും LXയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, LXA തൊട്ട് കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് വാണിംഗ്. അതുപോലെ ESC ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അതും LXയിലുണ്ട്. സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് അത് വലിയ കാര്യമല്ല, എങ്കിലും LXയിൽ അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത VXAയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് VXA മാനുവലിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. LXയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല, അതിൽ LXയിൽ ഇല്ലാത്ത എന്ത് കാര്യങ്ങളാണ് VXയിൽ ഉള്ളത് അതാണ് പറയുന്നത്. ഓക്കെ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം VXAയിലോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അതുപോലെ ട്രങ്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ബൂട്ട് ലൈറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. അതുപോലെ വാനിറ്റി മിറർ അത് വേണമെങ്കിൽ LXയിൽ കൊടുക്കായിരുന്നു, കുഴപ്പമില്ല. വാനിറ്റി മിറർ. റിയർ സീറ്റ് സെന്റർ ആംബ്രസ്റ്റ്, അതായത് ബാക്കിലെ പാസഞ്ചേഴ്സിന് നടുക്ക് ആംബ്രസ്റ്റ്. കപ്പ് ഹോൾഡർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിവേ ആംബ്രസ്റ്റ് ഉണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. വീൽ കവേഴ്സ്, അതായത് നമുക്ക് VXAയിലൊക്കെ അലോയ് വീൽസ് അല്ല, നോർമൽ സ്റ്റീൽ വീലാണ്. അതിന് VXAയിലാണ് വീൽ കവർ കിട്ടുക, LXAയിൽ വീൽ കവർ അല്ല. അത് നമ്മൾ അഡീഷണലി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, വലിയ റേറ്റ് ഒന്നും ആവുന്ന കേസ് അല്ല. അതുകൊണ്ട് VXAയിലേക്ക് വരുമ്പോൾ വീൽ കവർ ഉണ്ട്. റേഡിയോ വരുന്നുണ്ട്, VXAയിൽ റേഡിയോ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ അതായത് നോർമൽ സ്റ്റീരിയോ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുപോലെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. VXAയിലോട്ട് വരുമ്പോൾ സ്ക്രീൻ വരുന്നുണ്ട് 7 ഇഞ്ചിന്റെ സ്ക്രീൻ, 7 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സ്ക്രീനാണ് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും. സ്ക്രീൻ സൈസസ് കുറവാന്നേ ഉള്ളൂ, 7 ഇഞ്ച് അത്രേ ഉള്ളൂ. ഒക്കെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. USB പോർട്ട് ഉണ്ട്, USB പോർട്ട് LXയിൽ ഇല്ല, USB പോർട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ വരും VXAയിലോട്ട് വരുമ്പോൾ. അപ്പം അതിന് നിങ്ങൾ 7.79 lakhs എക്സ് ഷോറൂം പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതായത് 1 ലക്ഷം രൂപ ഡിഫറൻസ്. LXയിൽ 6.79 ആണെങ്കിൽ VXAയിൽ 7.79, ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. വെറുത്താണോ അല്ലേ നിങ്ങൾ തന്നെ ചിന്തിക്കണം. വലിയ കുഴപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാൽ വലിയ വിലയുടെ സംഭവങ്ങളും അല്ല. 1 ലക്ഷം രൂപയ്ക്കുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ആകെ നമുക്ക് ഒരു ഇതിൽ വരുന്ന ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ വാനിറ്റി മിറർ, ട്രങ്ക് ലൈറ്റ്, റിയർ സീറ്റ്, സെൻട്രൽ ആംബ്രസ്റ്റ്, USB പോർട്ട്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് 1 lakhs ഡിഫറൻസിൽ കിട്ടുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഏതെടുക്കണമെന്ന് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് VXAയിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി VXAയുടെ AMG വേർഷൻ, അതായത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുമ്പോൾ എന്ത് കിട്ടും? VXA മാനുവലിൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ VXA ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, റിയർ AC VXAയിൽ ഇല്ല. 2 VXA ആണ് സംഭവം, ഒന്ന് മാനുവൽ ഒന്ന് ഓട്ടോമാറ്റിക് ആണ്. എന്നാൽ അത് ഈ റിയർ AC സംഭവം നമുക്ക് മാനുവലിൽ കിട്ടുന്നില്ല. റിയർ AC നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. റിയർ AC വോയിസ് കമാൻഡ് അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കിലോട്ട് വരുന്നത്. ഓക്കെ, ഇനി ലഗേജ് ബുക്ക്, നെറ്റ്, ഇത്രയും കാര്യങ്ങൾ VXAയിലോട്ട് വരുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കൽ. ORVM മിറർ, ORVM അത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഡിക്കേറ്റർ വരുന്നില്ല, മിറർ ഇൻഡിക്കേറ്റർ വരുന്നില്ല, ജസ്റ്റ് അഡ്ജസ്റ്റബിൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇലക്ട്രിക് അല്ലെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഐ തിങ്ക് കീൽ ഓപ്പൺ ചെയ്യാൻ തോന്നുന്നു, എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. പിന്നെ സ്പീക്കേഴ്സ്, 4 സ്പീക്കർ വരുന്നത്. LXAയിലും VXA മാനുവലിലും 2 സ്പീക്കർ വരുന്നത്, ഫ്രണ്ട് 2, ഇത് 4 സ്പീക്കർ വന്നു. 4 ഡോറിലും ഓരോ സ്പീക്കർ വെച്ച് 4 സ്പീക്കർ ആയിട്ടുണ്ട്. VXA ഓട്ടോമാറ്റിക്കിലോട്ട് വരും. VXA ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് 8.24 lakhs, അത്ര ഒരു വ്യത്യാസം വരും. 8.24 lakhs 8.24 lakhs എന്ന് പറയുമ്പോൾ എനിക്കിത് 40,000 രൂപ അല്ലെങ്കിൽ 45,000 രൂപ ഡിഫറൻസ് വന്നു തോന്നുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസിൽ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ കിട്ടും. മാനുവൽ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് AMD ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് മാനുവൽ ചൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് VXA ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പോൾ കിട്ടുന്നത്, അവൈലബിൾ ആവും. ഓക്കെ, അടുത്ത ZXA എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ഏറ്റവും തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് ZXA. ZXAയിലോട്ട് വരുമ്പോൾ നമ്മൾ ZXA
ഒരു മിനിറ്റ്. സെഡക്സെ മാനുവലിലേക്ക് വരുമ്പം സെഡക്സെ തൊട്ട് നമുക്ക് അലോയ് വീൽ കിട്ടുന്നുണ്ട്. 15 ഇഞ്ച് അലോയ് വീലാണ് സെഡക്സെ തൊട്ട് അവൈലബിൾ ആണ്. അതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് വിഎക്സെ വരെ 14 ഇഞ്ച് ആണെങ്കിൽ നമുക്ക് സെഡക്സെ തൊട്ട് 15 ഇഞ്ചിന്റെ അലോയ് വീൽ വരുന്നുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു AC ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബെലോനോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് AC ബേസ് മോഡൽ തൊട്ട് അവൈലബിൾ ആണ്. സോ ഷിഫ്റ്റിന്റെ കാര്യത്തിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. അത് അരീന കാറ്റഗറി വരും. നെക്സ അല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല. ഏതായാലും കണക്കുകൾ പ്രകാരം സെഡക്സയിലാണ് ഓട്ടോമാറ്റിക് AC വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അതുപോലെ റിവേഴ്സ് റീഡിംഗ് ലാമ്പ്, അതായത് ബാക്ക് സൈഡിൽ റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട്. ORVM മിറർ ORVM നമുക്ക് ഓൾറെഡി VXL വന്നു. എന്നാൽ ഇതിൽ പ്ലസ് ഇൻഡിക്കേറ്ററും കൂടിയാണ് വരുന്നത്. മിറർ ഇൻഡിക്കേറ്ററും കൂടിയാണ് ZXL വരുന്നത്. ഓക്കെ, നല്ലൊരു കാര്യമാണ്. അതുപോലെ ഓട്ടോ ഹെഡ് ലാമ്പ് ZXL തൊട്ടാണ് ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നത്. ഓക്കെ, അതുപോലെ LED DRL ഡേ റണ്ണിംഗ് ലാമ്പ്, അത് ZXL തൊട്ട് അവൈലബിൾ ആണ്. അതുപോലെ LED ഹെഡ് ലാംപ്സ്, LED DRL LED ഹെഡ് ലാംപ്സ്, മറ്റേതൊക്കെ പ്രൊജക്റ്റഡ് ആയിരുന്നു. ഇത് ZXL തൊട്ട് LED ഹെഡ് ലാമ്പ്, എന്നാൽ ഓട്ടോ ഹെഡ് ലാമ്പും കൂടെയാണ്. അതുപോലെ അലക്സ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ VXL നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ZXL കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ZXL കിട്ടുന്നത്. ZXL മാനുവൽ റേറ്റ് വരും 8.89 lakhs ആണ് ZXL മാനുവൽ റേറ്റ് വരുന്നത്. അതായത് VXL നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് ഡിഫറൻസ് വരും കേട്ടോ. ഒരു 64,000 രൂപ, 65,000 രൂപ കൂട്ടാം, 65,000 രൂപ ഡിഫറൻസ് ആണ് VXയും ZXയും തമ്മിലുള്ളത്. അപ്പം 65,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നത്. ഓക്കെ, അലോയ് വീലുണ്ട്. അലോയ് വീൽ സ്റ്റേഷനുള്ള റേറ്റ് ആണ്. എന്റെ റേറ്റ് ഇല്ലെങ്കിൽ റേറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, റിവേഴ്സ് റീഡിംഗ് ലാമ്പ്, ORVM വിത്ത് ഇൻഡിക്കേറ്റർ, ഓട്ടോ ഹെഡ് ലാമ്പ്, LED DRL, LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലക്സ പോലെ ഫീച്ചേഴ്സ്. ഐ തിങ്ക് ZXA ഒരു നല്ലൊരു ഓപ്ഷനാണ്. ZXയുടെ റേറ്റ് വരുന്നത് 8.89 lakhs ആണ്. എക്സ് ഷോറൂം വരുന്നത്. അത് ഓൺ റോഡ് വരുമ്പോൾ കുറച്ച് അധികവും. എന്നാലും 8.89 lakhs എക്സ് ഷോറൂമിൽ നല്ലൊരു ഡീലാണ് ZXA മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ, ഞാൻ എഗ്രി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നത് ZXA ഓട്ടോമാറ്റിക് AMG. ZXയുടെ മാനുവൽ ഇല്ലാത്തതും AMGയിലുള്ളതുമായ കുറച്ച് ഫീച്ചേഴ്സ്. ZXയുടെ ഓട്ടോമാറ്റിക് തൊട്ടാണ് നമുക്ക് പുഷ് സ്റ്റാർട്ട് വരുന്നത്. മനസ്സിലായി? പുഷ് സ്റ്റാർട്ട്. അതുപോലെ വയർലെസ് ഫോൺ ചാർജിങ് സിസ്റ്റവും നമുക്ക് ZXയുടെ ഓട്ടോമാറ്റിക് തൊട്ടാണ് വരുന്നത്. ZXയിൽ മാനുവലിൽ വയർലെസ് കിട്ടുന്നില്ല. ZXയിൽ ഓട്ടോമാറ്റിക് വിടണം വയർലെസ്സും അതുപോലെ പുഷ് സ്റ്റാർട്ടും വരും. ഇത് രണ്ടും അത്യാവശ്യം നല്ലൊരു കൺസേൺ ആണ്. ഇപ്പം മിക്ക വണ്ടികളിലും വയർലെസ് ചാർജർ ഉണ്ട്. ഈ ZXയുടെ ഓട്ടോമാറ്റിക് തൊട്ടാണ് കിട്ടുന്നത്. ZXA ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പം നിങ്ങൾക്ക് റേറ്റ് 9.34 lakhs ഈ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി. അതായത് പുഷ് സ്റ്റാർട്ടിനും വയർലെസ് ചാർജിനും കൂടി 9.34 lakhs. ZXAക്ക് 8.89 lakhs, 9.39 lakhs ആയി. ഏകദേശം ഒരു 40-45,000 ഡിഫറൻസ് വന്നു ഈ രണ്ട് സംഭവങ്ങൾക്കായിട്ട്. ഇത് രണ്ടും ആവശ്യമായിട്ടുള്ളവർ, അതായത് ഇത് രണ്ടും അത്യാവശ്യമായിട്ട് ഇത് വേണം എന്ന നിലയിൽ നിൽക്കുന്ന കുറെ പേരുണ്ട്. അതായത് വയർലെസ് ചാർജിങ് വേണം, അങ്ങനെ നിൽക്കുന്ന ZXA പ്ലസിൽ ZXA പ്ലസ് ആണ് മാനുവലിന്റെ ടോപ്പ് എൻഡ്. ZXA പ്ലസ് ആണ് മാനുവലിന്റെ ടോപ്പ് എൻഡ്. ZXA പ്ലസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രൈസ് വരുന്നത് 9.69 lakhs ആണ്. മാനുവൽ ഡിസയറിന്റെ ടോപ്പ് എൻഡിന്റെ എക്സ്ട്രാ പ്രൈസ് 9.69 lakhs. ഓക്കെ, 9.69 lakhs. ഓക്കെ, അപ്പൊ ഈ 9.69 lakhs കൊടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ എന്തൊക്കെ കിട്ടും. അതായത് അഡീഷണൽ ഇത് പറഞ്ഞതിൽ കൂടാതെ എന്തൊക്കെ കിട്ടും നോക്കാം. ക്രൂയിസ് കൺട്രോൾ. ഈ ക്രൂയിസ് കൺട്രോള് ZXA പ്ലസ് തൊട്ടാണ് അവൈലബിൾ ആകത്തുള്ളൂ. അത് ഏറ്റവും ടോപ്പിന്റെ തൊട്ട്. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, അത് നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ, അത് കിട്ടും. കുഴപ്പമില്ല. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ്,
ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ഒക്കെ വേണമെങ്കിൽ ZXA പ്ലസിലോട്ട് പോകണം. വോയിസ് കൺട്രോൾ വേണമെങ്കിൽ ZXA പ്ലസിലോട്ട് പോകണം. അതുപോലെ LED ഫോഗ് ലാമ്പ്, മറ്റേ LED ഹെഡ് ലാമ്പ് ഒക്കെ LED ഫോഗ് ലാമ്പ് വേണമെങ്കിൽ ZXA പ്ലസിലോട്ട് പോകണം. 360 ക്യാമറ ZXA പ്ലസിലോട്ട് പോകണം. 9 ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം, ആൻഡ്രോയിഡ് തൊട്ടും ആപ്പിൾ കാർപ്ലേ അലക്സ എല്ലാം ഇടാം. ഈ 9 ഇഞ്ച് നമ്മൾ നേരത്തെ വരെ കണ്ട 7 ഇഞ്ച് ആയിരുന്നു, ഇത് 9 ഇഞ്ചിലോട്ട് മാറിയിട്ടുണ്ട് ZXA പ്ലസിലോട്ട് വന്നത്. കൂടാതെ 4 സ്പീക്കർ ഉണ്ട് പ്ലസ് 2 ട്യൂട്ടർ ഉണ്ട്. 4 സ്പീക്കർ പ്ലസ് 2 ട്യൂട്ടർ, അത് ZXA പ്ലസ് തൊട്ടാണ് ട്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. 2 ട്യൂട്ടർ കിട്ടും. പിന്നെ ഒരു സിംഗിൾ പാൻ സൺറൂഫ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ZXA പ്ലസും കിട്ടും. ഓക്കെ, ZXA പ്ലസ് ഇത്ര കാര്യങ്ങൾ കിട്ടും ZXA പ്ലസ്. അപ്പോൾ ഐ തിങ്ക് ബെസ്റ്റ് ഡീൽ ZXA പ്ലസ് ആയിരിക്കും, ഫുൾ ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ ഞാൻ പറയാം, ഇതിനകത്ത് ഞാൻ ഏകദേശം നിങ്ങളോടൊരു 6 വേരിയൻസിനെ പറ്റി സംസാരിച്ചു. 9 വേരിയൻസ് ഉണ്ട്, ഞാൻ CNG വേരിയൻസ് ഒന്നും കൂട്ടിയിട്ടില്ല. 6 വേരിയൻസിനെ പറ്റി സംസാരിച്ചു. ഈ 6 വേരിയന്റിൽ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ വേരിയന്റ് എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത് LXA പറ്റിയാണ്. ഞാൻ പറഞ്ഞു ഒരു 7 lakhs അല്ലെങ്കിൽ 7.5 lakhs ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് LXA വളരെ കണ്ണും പൊട്ടി ചൂസ് ചെയ്യാം. കാരണം നേരത്തേക്കാണ് മാനുവൽ മാരുതിയുടെ വണ്ടികളെ LXA ഞാൻ പറയത്തില്ലായിരുന്നു. കാരണം അതൊക്കെ ഒന്നുമില്ല. ഫ്രണ്ടിൽ പോയി രണ്ട് പവർ വിൻഡോ, ബാക്കിലൊക്കെ റോളിംഗ് വിൻഡോസ് ഒക്കെ അത് 5 to 6 lakhs കൊടുത്താൽ കിട്ടുന്നത്. പക്ഷെ ഡിസയറിന്റെ കേസിൽ LXA ഒരു നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 7.5 lakhs താഴെയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആ ഒരു 6.79 lakhs കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ഒരു വണ്ടി കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് നാണം കിടന്ന് കയറത്തില്ല. വിൻഡോ ഇറക്കി താക്കുന്ന പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നോർമൽ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് LXA കൊടുത്തിട്ടുണ്ട്. അത് LXA പ്രത്യേകം ഞാൻ നോക്കിയിട്ടോ. വളരെ ഇപ്പം LXA നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 7.5 lakhs ആണെങ്കിൽ LXA നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ആൻഡ് ഇറ്റ്സ് എ റിയൽ വാല്യൂ ഫോർ മണി. LXA ഒരു വാല്യൂ ഫോർ മണിയാണ്. ഇനി VXA വരുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ZXA VXA തമ്മിൽ 1 lakhs ഡിഫറൻസ് ആണ്. അപ്പൊ ഈ 1 lakhs ഡിഫറൻസിൽ VXA കുഴപ്പമില്ലാത്തൊരു വേരിയന്റ്. കുറച്ചുകൂടെ ഫീച്ചേഴ്സ്, അതായത് നിങ്ങൾക്ക് ഒരു ടച്ച് സ്ക്രീനിലോട്ടൊക്കെ പോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് VXA പോകും. അല്ലാതെ എനിക്ക് തോന്നുന്നു 1 lakhs ഒരു 1 lakhs കിട്ടേണ്ട കാര്യങ്ങളൊന്നും VXA വരുമ്പോൾ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു. ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പനി തന്നെ ചെയ്യാവുള്ളൂ. LXA എടുക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം ഉണ്ട്. USB പോർട്ട് ബാക്കിയല്ല. പിന്നെ സീറ്റ്, ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ, അത് നല്ലൊരു ഇതാണ്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ VXA പോവാം. VXA എനിക്കൊരു എന്താ പറയുന്നത്, വേണ്ട ആ ഒരു ഓപ്ഷനാണ്. 1 lakhs കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 1 lakh ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആകെ പറഞ്ഞ അത്യാവശ്യം ഒരു വിലയുടെ വരുന്നത് നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ ആണ്. അതിന് 1 lakhs ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 7 inch നോർമൽ ആയിരിക്കും വരുന്നത്. എങ്കിലും LXA ബെസ്റ്റ് ഓപ്ഷൻ ആണ്. VXA എനിക്ക് വേണമെന്നാണെങ്കിൽ VXA പോകാം. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇനി VXA ഓട്ടോമാറ്റിക് വിട്ടേക്കാണ്. പിന്നെ ZXA നല്ലൊരു ഓപ്ഷനാണ്. കാരണം ZXA നല്ലൊരു വാല്യൂ ഫോർ മണി ഡീലാണ് ZXA. അപ്പം കാരണം അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, ORVM, LED ഇൻഡിക്കേറ്റർ, മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ZXA വരുന്നുണ്ട്. അപ്പം ഞാൻ പറയും LXA നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 9 lakhs താഴെ 9.5 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് ZXA കണ്ണും പൊട്ടിച്ച് നോക്കിയാൽ നല്ലൊരു ഡീലാണ്. അതുപോലെ ZXA പ്ലസും നല്ലൊരു ഡീൽ. VXA ഒരു നല്ല ഡീലാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു പ്രൈസ് ഡിഫറൻസിലുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 1 lakh ഉള്ള കാര്യങ്ങളൊന്നും സംഭവം വരുന്നില്ല. ഒരു വാനിറ്റി മിറർ, റീഡിംഗ് ലാമ്പ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ഇതിനൊക്കെ 1 lakh ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഞാൻ പറയാം ടോട്ടലി ഇത് എന്റെ ചോയ്സ് ആണ്. ഓരോരുത്തരുടെ ചോയ്സ് ഡിഫറൻസ് ആണ്. സോ ഇത് ഫുള്ളി നിങ്ങളുടെ കൺസേൺ ആണ് ഏത് എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 7.5 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി LXA എടുക്കാം. ഇതാണ് എന്റെ കാര്യം. LXA ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഡീലാണ്. ഇനി നിങ്ങളുടെ VXA ഞാൻ പറയത്തില്ല. അതുപോലെ ZXA നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 9.5 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ZXA എടുക്കാം. നല്ലൊരു ഡീലാണ് ZXA.
അതുപോലെ ZXA പ്ലസ്. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് 10.5 ലാക്സ് ആണെങ്കിൽ ഓൺ റോഡാ വരാമെന്ന് ഷോറൂമിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം എത്ര വരുമായിരിക്കും? 10.5 ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ZXA പ്ലസ് എടുക്കുക. ZXA പ്ലസ് ഒരു നല്ല ഡീലാണ്. സോ LSI, ZXA പ്ലസ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡീല് ഡിസൈനിന്റെ വിഷയം നോക്കുമ്പോൾ എന്റെ ഒരു കൺസേണിൽ. സോ ബാക്കി എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിസൈനിന്റെ കേസിൽ വരുന്നത്. സോ ഇത് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിരിക്കുന്നവര്, എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. എന്ത് പറയാ, മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വണ്ടിയുടെ പുതിയ വാഹനത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.